ഫൊക്കാനയുടെ മുൻ അധ്യക്ഷനും അമേരിക്കൻ മലയാളികളുടെ സംഘടനാ നേതാവുമായ ഡോക്ടർ എം അനിരുദ്ധൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. 3 തവണ ഫൊക്കാന പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, ഇപ്പോൾ ഈ ഏറെ ദുഃഖകരമായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശരത്ത്, ഒരുപക്ഷെ ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം അതിനെ വളരെ പ്രൗഢോജ്വലമായി നയിച്ച ഒരു നേതാവിനെയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ വിയോഗ വാർത്ത എങ്ങനെയാണ് ഈ ലോകം അല്ലെങ്കിൽ ഫൊക്കാനയുടെ പ്രവർത്തകർ ഏറ്റെടുക്കുന്നത്? നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? ഗൗതം, ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ അമേരിക്കയിലെ മലയാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടം തന്നെയാണ് ഡോക്ടർ അനിരുദ്ധന്റെ മരണം. ഡോക്ടർ അനി എന്നാണ് അദ്ദേഹം അവിടുത്തെ ശാസ്ത്ര ലോകത്ത് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന സ്പോർട്സ് മെഡിസിൻ, അമേരിക്കയിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ റിസർച്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഡോക്ടർ അനി എന്ന കാര്യത്തിൽ അമേരിക്കയിലെ സ്പോർട്സ് മെഡിസിൻ അതുപോലെ കുട്ടികൾക്കുള്ള പോഷകാഹാര ഗവേഷണ രംഗത്തും അദ്ദേഹത്തിന് വളരെ വലിയ ബഹുമതികളാണ് അവിടെ നിന്ന് അമേരിക്കയിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ കെ നായനാർ, കെ കരുണാകരൻ, അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരോടൊക്കെ കേരളത്തിലെ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുമായും അദ്ദേഹത്തിന് വളരെ അടുത്തുമെന്നാണ്. അവർ പലരും തന്നെ അമേരിക്കയിൽ എത്തുന്നതും ഡോക്ടർ അനിയുടെ ക്ഷണം സ്വീകരിച്ചാണ് എന്നത് ഒരു വസ്തുതയാണ്. കേരളത്തിലെ നോർക്കയുടെ ഡയറക്ടർ എന്ന നിലക്ക് പ്രവാസി ഇന്ത്യക്കാർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചുള്ള അമേരിക്കയിലെ മലയാളികളെ ഇന്ത്യയുമായി അടുപ്പിക്കുന്നതിൽ വളരെ കൂടുതൽ ബന്ധവും അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ വിവിധ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ എന്നൊരു സംഘടനയുടെ നേതൃത്വ സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു. ഏതായാലും കേരളത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നഷ്ടമായിട്ട് ഡോക്ടർ അനിയുടെ വിയോഗം വിലയിരുത്തപ്പെടുന്നുണ്ട്. ഗൗതം, തീർച്ചയായിട്ടും നികത്താനാവാത്തൊരു നഷ്ടമായി ഈ മരണം മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശരത് ലാൽ.